നാക്കോ മൊണാസ്ട്രി 11ാം നൂറ്റാണ്ടിലെ ഒരു ബുദ്ധവിഹാരമാണ്. ഒരുപക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധവിഹാരങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. വിൻ്റർ സീസണിൽ ഇവിടെയുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ വഴികളുണ്ടാവില്ല. ഈ കിന്നോറിലേക്കുള്ള വഴി മുഴുവനും മഞ്ഞ് വന്ന് മൂടുന്ന ഒരു സമയമുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ പൂർണ്ണമായും മഞ്ഞുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഇവിടെ കാണാനാവുക. വിൻ്ററിലെത്തിയാൽ ഇത് മറ്റൊരു സ്ഥലമായി മാറും. നേരത്തെ കണ്ട സ്ഥലമല്ല, ഇത് വേറൊരു പ്രദേശമാണ് എന്ന് തോന്നുമാറ് ആ മഞ്ഞുറഞ്ഞു നിൽക്കുന്ന നാക്കോ ലേക്ക് പൂർണ്ണമായി നിശ്ചലമാകുന്ന ചില സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ, ജാനുവരി മാസങ്ങളിലൊക്കെ ഇവിടെ എത്തിയാൽ ഈ തടാകം മഞ്ഞുറഞ്ഞ് ഉറച്ചു പോകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അത്രയ്ക്ക് തണുപ്പുള്ള ഒരു പ്രദേശമാണിത്. കിന്നോർ വാലി ആപ്പിൾ തോട്ടങ്ങൾക്ക് വളരെ പേരുകേട്ട സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ ഇനം ആപ്പിളുകൾ വിളയുന്നതും കിന്നോർ വാലിയിലാണ്. ഇപ്പോഴവിടെ ആപ്പിൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ്. അതായത് 12,000 അടി ഉയരത്തിലുള്ള ആ വരണ്ട ഒരു മരുപ്രദേശം പോലെ നിൽക്കുന്ന ധാരാളം കുന്നുകൾക്കിടയിൽ ശൈത്യകാലത്ത് മഞ്ഞുമൂടി നിൽക്കുന്ന മഞ്ഞുമലകൾക്കിടയിൽ വലിയ ഒരു തടാകം, അതാണ് നാക്കോ തടാകം. ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്ന 2 ഉറവകളാണ് ഈ തടാകത്തെ വെള്ളം കൊണ്ട് സമ്പന്നമാകുന്നത്. ഈ തടാകത്തിന് ചുറ്റുമായി ധാരാളമായി മരങ്ങളുണ്ട്. വരണ്ട ഈ പ്രദേശത്ത് പച്ചപ്പിൻ്റെ ഒരു ചെറിയ തുരുത്ത് തന്നെ രൂപപ്പെടാൻ ഈ തടാകം ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. ഹിമാലയ താഴ്വാരത്തെ യാത്ര തുടങ്ങിയത് സിംലയിൽ നിന്നാണ്. സിംലയിൽ നിന്നാണ് കിന്നോർ വാലിയിലേക്കും സ്പിറ്റി വാലിയിലേക്കുമുള്ള യാത്രകൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിമനോഹരമായ ഒരു റൂട്ടാണത്. പ്രത്യേകിച്ച് റോഡ് ട്രിപ്പിന് പറ്റിയ ഏറ്റവും മനോഹരമായ രാജ്യത്തെ തന്നെ റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കിന്നോർ വാലിയും അതുപോലെ തന്നെ സ്പിറ്റി വാലിയുമാണെന്ന് പറയേണ്ടി വരും. ഇതിൽ കിന്നോർ വാലിയിൽ സത്ലജ് നദിക്കരയിലൂടെയുള്ള യാത്രക്കിടെ ഒരിടത്താവളമുണ്ട്. അതാണ് നാക്കോ വില്ലേജ്. നാക്കോ ഗ്രാമവും നാക്കോ തടാകവും മൊണാസ്ട്രിയും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണത്. സ്പിറ്റി വാലിയിലേക്കുള്ള യാത്രക്കിടെ അപ്പർ കിന്നോറിലെ നാക്കോ വില്ലേജിലാണ് ഒരു രാത്രി തങ്ങിയത്. മറക്കാനാവാത്ത അനുഭവങ്ങളാണത്. സമുദ്രനിരപ്പിൽ നിന്ന് 12,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഇന്ന് വിദേശ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ എത്തുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. ഏതാണ്ട് 150ഓളം വീടുകൾ മാത്രമുള്ളതാണ് നാക്കോ വില്ലേജ്. 1000-ൽ താഴെയാണ് ഇവിടുത്തെ ജനസംഖ്യ. വീടുകൾക്ക് എല്ലാം ഒരേ ഛായയാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വീടുകളാണ് ഇവിടെയുള്ളത്. മരം കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ നിർമ്മിച്ച വ്യത്യസ്തമായ പരുക്കൻ നിർമ്മിതികളാണ് ഈ വീടുകൾ. വീടുകളാകട്ടെ വളരെ ചേർന്നാണ് നിൽക്കുന്നത്. ഓരോ വീടുകൾക്കുമിടയിൽ ഒരു മതിലിൻ്റെ അകലം മാത്രമാണുള്ളത്. അതിനിടയിലൂടെയുള്ള ഇടവഴികൾ പോലെയുള്ള ചെറിയ വഴികളാണത്. ആ വഴികളിലൂടെ ഓരോ വീടിൻ്റെയും മുറ്റത്തുകൂടെ വേണം ആളുകൾക്ക് കടന്നു പോകാൻ. അങ്ങനെ മനോഹരമായി ആളുകൾ ചേർന്ന് ജീവിക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമമാണ് നാക്കോ. ഈ വീടുകളുടെ വാതിലുകൾ മരം കൊണ്ടുള്ള വാതിലുകളാണ്. മനോഹരമായ ചെറിയ വാതിലുകളാണ് വീടുകളുടെ ഒക്കെയും പ്രത്യേകത. വീടുകളുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് മരവും മണ്ണും ഒക്കെ ഉപയോഗിച്ചാണ്. അതും എത്രയോ കാലം പഴക്കമുള്ള 1-2 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധാരാളം വീടുകൾ അവിടെയുണ്ട്. എല്ലാ വീടുകൾക്കും മണ്ണും മരവും ഉപയോഗിച്ചുകൊണ്ട് മേൽക്കൂര പണിതിരിക്കുന്നു. ആ മേൽക്കൂരയ്ക്ക് മുകളിൽ ചതുരത്തിലുള്ള ഈ വീടുകളുടെ മുകൾ ഭാഗത്തായി പാരപ്പറ്റ് പണിതതുപോലെ വിറകുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. ശൈത്യകാലത്തേക്കുള്ള വിറകുകളുടെ സംഭരണമാണത്. എല്ലാ വീടുകളിലും ഒരേപോലെ തന്നെ എല്ലാ വീടുകൾക്ക് മുകളിലും ഇതുപോലെ വിറകുകൾ ധാരാളമായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിൻ്റർ സീസണിൽ ഇവിടെയുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ വഴികളുണ്ടാവില്ല. ഈ കിന്നോറിലേക്കുള്ള വഴി മുഴുവനും മഞ്ഞ് വന്ന് മൂടുന്ന ഒരു സമയമുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ പൂർണ്ണമായും മഞ്ഞുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഇവിടെ കാണാനാവുക. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് തീ കാഞ്ഞു കൂടണമെങ്കിൽ നേരത്തെ തന്നെ വിറകുകൾ സംഭരിച്ചു വെക്കണം. അങ്ങനെയാണ് നാക്കോ വില്ലേജിലെ എല്ലാ വീടുകൾക്ക് മുകളിലും പാരപ്പറ്റ് പോലെ ഇങ്ങനെ വിറകുകൾ കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാനായത്. ഇത് ആ ഗ്രാമത്തിലെയും പരിസരത്തുള്ള മറ്റ് ഗ്രാമങ്ങളുടെയും സ്ഥിരമായുള്ള കാഴ്ചയുമാണ്. ഈ വീടുകളോട് ചേർന്നുള്ള
തൊഴുത്തുകളാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ വീടുകളിലും ഒരു തൊഴുത്തുണ്ടായിരിക്കും. കല്ലുകൾ കൊണ്ട് വളഞ്ഞുണ്ടാക്കിയ തൊഴുത്തുകളാണത്. മരം കൊണ്ടുള്ള ചെറിയ വാതിലുകൾ ഈ തൊഴുത്തിൻ്റെയും പ്രത്യേകതകളാണ്. അതിനകത്ത് പശുക്കൾ, എരുമകൾ, കഴുതകൾ, കുതിരകൾ എന്നിങ്ങനെ ധാരാളമായി കന്നുകാലി പരിപാലനവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് നാക്കോ വില്ലേജിലുള്ള മുഴുവൻ ആളുകളും. മറ്റൊരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. നാക്കോ വില്ലേജിലെ കുന്നിൻ മുകളിലാണ് കൃഷി ചെയ്യുന്നത്. പ്രധാനമായിട്ടും പട്ടാണിക്കടലയും ഉരുളക്കിഴങ്ങുമാണ് ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കൃഷിയിടങ്ങളിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഗ്രാമത്തിലുള്ള ആളുകൾ കൃഷിപ്പണിയുമായി അവിടെ സജീവമായിരിക്കും. ഇത് അവരുടെ കാലാകാലങ്ങളിൽ ഓരോ സീസണുകളിലും പ്രത്യേകമായിട്ടുള്ള കൃഷി ഉണ്ടാകും. ഇപ്പോൾ പ്രധാനമായിട്ടും ഉരുളക്കിഴങ്ങും ഈ ഗ്രീൻ പീസുമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴ്വരയിലാണ് ആപ്പിൾ തോട്ടങ്ങളുള്ളത്. പലതരത്തിലുള്ള പഴത്തോട്ടങ്ങൾ അവിടെയുണ്ട്. പ്രധാനമായും ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ വിളഞ്ഞു വരുന്നൊരു സമയമാണിത്. ആപ്പിളിന് പുറമെ ആപ്രിക്കോട്ട്, ബദാം, പീച്ച്, അക്രോട്ട് തുടങ്ങിയ സാധാരണ ഹിമാലയ താഴ്വാരത്ത് കാണുന്ന ഏതാണ്ട് എല്ലാ പഴവർഗ്ഗങ്ങളും ഈ കിന്നോർ വാലിയിലെ അപ്പർ കിന്നോറിലെ നാക്കോ വില്ലേജിലും കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ എത്തിയാൽ കാണാൻ സാധിക്കുക. കിന്നോർ വാലി ആപ്പിൾ തോട്ടങ്ങൾക്ക് വളരെ പേരുകേട്ട സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ ഇനം ആപ്പിളുകൾ വിളയുന്നതും കിന്നോർ വാലിയിലാണ്. ഇപ്പോഴവിടെ ആപ്പിൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയവുമാണ്. ഇൻഡോ തിബറ്റൻ അതിർത്തിയിലാണ് ഈ നാക്കോ വില്ലേജ് ഉള്ളത്. ഈ ഗ്രാമത്തിൻ്റെ അപ്പുറം ഒരു മലയാണ്. ആ കുന്നിൻ മുകളിൽ നിന്ന് മുകളിലേക്ക് കടന്നു ചെന്നാൽ ഏറ്റവും ഉച്ചിയിലെത്തിയാൽ ഒരു അതിർത്തി കാണാം. അത് ഇൻഡോ ചൈന അതിർത്തിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ മലയ്ക്കപ്പുറം ചൈന, ഇപ്പുറം ഇന്ത്യ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു പ്രദേശം എന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത. ഏതായിരുന്നാലും തിബറ്റൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു ബുദ്ധമത ആചാരങ്ങളും സംസ്കാരവും അവരുടെ രീതികളുമൊക്കെയാണ് നാക്കോ വില്ലേജിലുള്ളത്. ഇവിടെയുള്ള 150 വീട്ടുകാരും ബുദ്ധമത വിശ്വാസികളാണ്. അവരുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അവിടെ ബോധിക് ഭാഷയിലുള്ള തിബറ്റൻ ഫ്ലാഗുകൾ അവരുടെ വീടുകളുടെ മുകളിൽ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. ബുദ്ധ മൊണാസ്ട്രികളിലും അതുപോലെ തന്നെ മലമുകളിലുള്ള മന്ത്രാവീലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുദ്ധ ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ബുദ്ധമന്ത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന കല്ലുകളും അതുപോലെ തന്നെ ഈ മന്ത്ര ഫ്ലാഗ്സ് അതും ധാരാളമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെടുത്തു പറയേണ്ടുന്നൊരു കാര്യം അടുക്കി വച്ചിരിക്കുന്ന കല്ലുപാളികളാണ്. ഈ കല്ലുപാളികളിൽ കൊത്തിവെച്ചിരിക്കുന്ന മന്ത്രങ്ങൾ അത് ഒരു പ്രധാന കാഴ്ചയാണ്. കരിങ്കല്ലിൽ ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത വിധം കലിഗ്രഫി കണക്കെ കൊത്തിവെച്ചിരിക്കുന്ന ബുദ്ധ മന്ത്രങ്ങൾ. അതുകൊണ്ട് അവർ വഴിയെ രണ്ടായി വേർതിരിക്കുന്ന ഡിവൈഡർ കണക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയും നമുക്ക് ഈ ഗ്രാമത്തിൽ എവിടെ ചെന്നാലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോ വീടുകൾക്ക് മുമ്പിലും അതുണ്ട്. അവരുടെ ഈ ബുദ്ധ മൊണാസ്ട്രിയിലേക്കുള്ള വഴിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ ഗ്രാമങ്ങളിൽ അവരുടെ ഓരോ വീടിന് മുമ്പിലും ഇത്തരം കല്ലുപാളികളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ മന്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രയർ വീൽസ്, അത് വലിയ പ്രയർ വീലുകളുണ്ട്. ചില വീടുകളുടെ മുമ്പിലൊക്കെ ചെറിയ പ്രയർ വീലുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രയർ വീലുകൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. നാക്കോ മൊണാസ്ട്രിയുടെ പിന്നിലായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നാക്കോ മൊണാസ്ട്രിയാണ് ഈ ഗ്രാമത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച എന്ന് വേണമെങ്കിലും പറയാം. നാക്കോ മൊണാസ്ട്രി 11ാം നൂറ്റാണ്ടിലെ ഒരു ബുദ്ധവിഹാരമാണ്. ഒരുപക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധവിഹാരങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ ചുമർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ മൊണാസ്ട്രി ആ പഴയ കെട്ടിടത്തിൻ്റെ എല്ലാ പൈതൃകങ്ങളും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കെട്ടിടങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ വന്നതായിട്ട് കാണാനാവും. പിന്നെ ഈ കുന്നിൻ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെയും ചെറിയ പ്രയർ വീലുകളുണ്ട്, ബുദ്ധവിഹാരങ്ങളുണ്ട്, അവരുടെ ആരാധനാലയങ്ങളുണ്ട്. നല്ല കാറ്റുള്ള കുന്നിൻ പുറത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ മലമുകളിലേക്ക് കയറി ചെന്നാൽ അവിടെ വെച്ച് അസ്തമയം കാണാനായി ധാരാളം ആളുകൾ എത്തും. പ്രത്യേകിച്ച് വിദേശികളായ സഞ്ചാരികൾ ഇവിടെ വെച്ചാണ് അവർ അസ്തമയം കാണാനായി തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രദേശത്ത് നല്ല കാറ്റും നല്ല തണുപ്പുമായിരിക്കും. അവിടെ തന്നെ ഒരു പ്രയർ വീൽ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കാറ്റിൽ പ്രവർത്തിക്കുന്ന വലിയൊരു പ്രയർ വീൽ, അതിനു ചുറ്റും ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അത് വളരെ ദൂരെ നിന്ന് തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ലാൻഡ്മാർക്ക് എന്ന വണ്ണം അത് കാണാനാകും.
ഈ മലയ്ക്കപ്പുറം ചൈനയാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ പ്രയർവിയിലുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും നമ്മൾ മല കയറി മുകളിലേക്ക് പോയാൽ അവിടെ നമുക്ക് ചൈനയുടെ അതിർത്തി കാണാനാവും. ഇവിടെ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾ പലപ്പോഴും ആ മലമുകളിലേക്ക് കടന്നു ചെന്ന് അതിർത്തി വരെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. കുന്നിൻ മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ നാക്കോ വില്ലേജിലെ ഓരോ വീടുകളെയും കാണാൻ സാധിക്കും. അതായത് ആ ഗ്രാമത്തിൻ്റെ നല്ലൊരു ആകാശ ദൃശ്യം കാണണമെങ്കിൽ ആ മുകളിലേക്ക് മലമുകളിലേക്ക് കയറി ചെല്ലണം. ഒരു വൈകുന്നേര സമയത്തൊക്കെ അസ്തമയം കാണാനും അതുപോലെ ഗ്രാമത്തെ മൊത്തത്തിലൊന്ന് കാണാനുമായി ധാരാളമായി സഞ്ചാരികളാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത്. നാക്കോ ലെയ്ക്കാണ് ഈ ഗ്രാമത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാഴ്ച. ഒരുപക്ഷെ നാക്കോ ഗ്രാമത്തിൽ ആളുകൾ അങ്ങോട്ടേക്ക് സഞ്ചാരികൾ എത്തുന്നത് തന്നെ ഈ ഒരു തടാകത്തെ കാണാൻ കൂടിയാണ്. മലമുകളിലെ ഒരു അത്ഭുതമായിട്ടാണ് ഗ്രാമവാസികളും അവിടെ എത്തുന്ന സഞ്ചാരികളുമൊക്കെ നാക്കോ ലെയ്ക്കിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് 12,000 അടി ഉയരത്തിലുള്ള ആ വരണ്ട ഒരു മരുപ്രദേശം പോലെ നിൽക്കുന്ന ധാരാളം കുന്നുകൾക്കിടയിൽ ശൈത്യകാലത്ത് മഞ്ഞുമൂടി നിൽക്കുന്ന മഞ്ഞുമലകൾക്കിടയിൽ വലിയ ഒരു തടാകം, അതാണ് നാക്കോ തടാകം. ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്ന 2 ഉറവകളാണ് ഈ തടാകത്തെ വെള്ളം കൊണ്ട് സമ്പന്നമാക്കുന്നത്. ഈ തടാകത്തിന് ചുറ്റുമായി ധാരാളമായി മരങ്ങളുണ്ട്. വരണ്ട ഈ പ്രദേശത്ത് പച്ചപ്പിൻ്റെ ഒരു ചെറിയ തുരുത്ത് തന്നെ രൂപപ്പെടാൻ ഈ തടാകം ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 മലമുകളിൽ നിന്ന് വരുന്ന 2 തോടുകൾ, ചെറിയ ഉറവകൾ, അതാണ് ഈ ഇതിലേക്ക് എപ്പോഴും വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാക്കോ ലെയ്ക്ക് എന്ന് പറയുന്നത് അവരുടെ വിശ്വാസവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പുണ്യജലമായാണ് ഇവിടെയുള്ള ബുദ്ധമത വിശ്വാസികളും ഇവിടെ എത്തുന്ന ബുദ്ധസഞ്ചാരികളുമൊക്കെ അതിനെ കാണുന്നത്. അതേസമയം അതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് പൊതുവിൽ സഞ്ചാരികൾ ഇപ്പോൾ നാക്കോ ലെയ്ക്കിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾ ഈ പെഡൽ ബോട്ടുകളിലും അതുപോലെ തന്നെ ജലവിനോദങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് വൈകുന്നേരങ്ങളിൽ ഈ നാക്കോ തടാകത്തിലൂടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന കാഴ്ചകൾ. ചിലരിങ്ങനെ തടാകത്തിൻ്റെ കരയിലൂടെ വൈകുന്നേരത്തെ നടത്തത്തിനിറങ്ങുന്നത് കാണാം. ഗ്രാമവാസികൾ തന്നെ പലരും ഈ തടാകക്കരയിലിരുന്ന് കാഴ്ചകൾ കാണുന്നുണ്ടാകും. ഏതായിരുന്നാലും മനോഹരമായ അനുഭവമാണ് നാക്കോ ലെയ്ക്ക് സഞ്ചാരികൾക്ക് നൽകുന്നത്. പക്ഷേ വിൻ്ററിലെത്തിയാൽ ഇത് മറ്റൊരു സ്ഥലമായി മാറും. നേരത്തെ കണ്ട സ്ഥലമല്ല, ഇത് വേറൊരു പ്രദേശമാണ് എന്ന് തോന്നുമാറ് ആ മഞ്ഞുറഞ്ഞു നിൽക്കുന്ന നാക്കോ ലെയ്ക്ക് പൂർണ്ണമായി നിശ്ചലമാകുന്ന ചില സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ, ജാനുവരി മാസങ്ങളിലൊക്കെ ഇവിടെ എത്തിയാൽ ഈ തടാകം മഞ്ഞുറഞ്ഞ് ഉറച്ചു പോകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അത്രയ്ക്ക് തണുപ്പുള്ള ഒരു പ്രദേശമാണിത്. ഈ ഘട്ടങ്ങളിൽ നാക്കോ ലെയ്ക്കിൽ ഐസ് സ്കേറ്റിംഗ് പോലെയുള്ള വിനോദങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതായത് പെട്ടെന്ന് ഒരു പ്രദേശത്ത് കാലാവസ്ഥ മാറുകയും ആ കാലാവസ്ഥയിൽ അവിടേക്ക് പറ്റിയ മറ്റ് ചില വിനോദങ്ങൾ അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്ന അത്തരം ടൂറിസം സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ ടൂറിസം അതോറിറ്റി ഈ പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോഴാണ് ഈ ചുറ്റിലുമുള്ള വീടുകളുടെ മുകളിലടക്കം മഞ്ഞ് വന്ന് മൂടുന്ന സാഹചര്യമുള്ളത്. നേരത്തെ നമ്മൾ കണ്ട വീടുകളുടെ മുകളിലുള്ള പാരപ്പറ്റുകൾ പോലെ ക്രമീകരിച്ചിരിക്കുന്ന വിറകുകൾ ആ സമയത്തേക്ക് തീ കായാനായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഏതായിരുന്നാലും ഹിമാചൽ പ്രദേശിലെ കിന്നോർ വാലിയിൽ നിന്ന്, അതായത് ഈ അപ്പർ കിന്നോറിലേക്കും സ്പിറ്റി വാലിയിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള വളരെ സുന്ദരമായ അനുഭവങ്ങൾ നൽകുന്ന നല്ലൊരു ഇടത്താവളമായിട്ട് നാക്കോ വില്ലേജ് അവിടെ നിലകൊള്ളുന്നുണ്ട്.